അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് വൈറ്റ് ഫോറസ്റ്റിൻ്റെ 1 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അതും പിന്നെ കുറച്ച് വിശേഷങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്പോഞ്ച് ഉണ്ടാക്കുന്ന രീതി ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 കപ്പ് മൈദ, അതിന് 1 ടേബിൾ സ്പൂൺ മൈദ കോരി മാറ്റിയിട്ട് ആ 1 ടേബിൾ സ്പൂണിന് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് സ്പഞ്ചിക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ, വൈറ്റ് സ്പഞ്ചിക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതി. അത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. ഞാനൊരു പ്രാവശ്യം ഇവിടെ അരച്ചെടുക്കണുള്ളൂ, എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരച്ചെടുക്കണതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ 1 പ്രാവശ്യം അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. 4 കോഴിമുട്ട എടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലോ ആയിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓവൺ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് കുറേശ്ശായിട്ട് നമ്മൾ അരച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുക. 2 ടേബിൾ സ്പൂൺ പാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടോ. ഇത്രേ ഉള്ളൂ. മൈദ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ആ ബാറ്ററായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റ് പിന്നെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1 kgൻ്റെ ഒരു ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ്റെ ടെമ്പറേച്ചറൊന്നും ഇവിടെ പറയണില്ല, പല ഓവണിനും പല രീതിയിലേക്കാരം. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിരുന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്പോഞ്ച് റെഡി ആയിട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയതിനു ശേഷം നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാ ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായ ഇല്ല എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ രാത്രിയേക്ക് നാത്തൂനും കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി രാത്രിയേക്ക്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. കുട്ടികൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കിടന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും ചെയ്യണേ.